ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണെന്നോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറയാം. അതായത് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിഗണോമെട്രിയിലെ കൺസെപ്റ്റ് യൂസ് ചെയ്തും ഇൻവേഴ്സിലെ കൺസെപ്റ്റ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പറഞ്ഞാൽ എന്താ, ടാൻ എ ഈക്വൽ ടു ടാൻ എ ആരാ 1/√(x) into x² plus x plus 1 and tan b equal to √x divided by √(x² plus x plus 1 എന്നറിയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ്, പിന്നെ ടാൻ സി തന്നിട്ടുണ്ട്. ടാൻ സി എന്താ, ടാൻ സി ഈസ് x⁻³ plus x⁻² plus x⁻1 raised to 1/2 എന്നറിയാം. Then we have to find the value of a plus b. എടാ, ഇത് എക്സാം ഹാളിൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ ട്രിക്കായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അത് ഞാൻ അവസാനം പറയാം. ഓക്കെ, ആദ്യം ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്ന ആൾ എങ്ങനെയാണ് കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ഷോർട്ട് ട്രിക്ക് പറയാം. ഇവിടെ പറഞ്ഞ കാര്യം എന്താ, ടാൻ എ ടാൻ ബി തന്നിട്ടുണ്ട്, ടാൻ സി തന്നിട്ടുണ്ട്, അങ്ങനെ a plus b എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ a plus b കാണണമെങ്കിൽ ആദ്യം ടാൻ a plus b കാണാം. ടാൻ a plus b കാണണമെങ്കിൽ ടാൻ a plus b കണ്ടാൽ a plus b എന്താ, ടാൻ ഇൻവേഴ്സ് സംതിങ് അല്ലേ. അപ്പൊ ആദ്യം ആരെ കാണാം, ഞാൻ ടാൻ a plus b കാണാം. എടാ മക്കളെ, ടാൻ a plus b നമുക്ക് കിട്ടിയെന്ന് വിചാരിക്ക്, എന്തോന്ന് കിട്ടി. അപ്പൊ a plus b ആരാ, ടാൻ ഇൻവേഴ്സ് ദാറ്റ് അല്ലേ. അപ്പൊ എന്ത് കണ്ടാൽ മതി, ടാൻ a plus b കണ്ടാൽ മതി. ടാൻ a plus b ആരാ, നമുക്ക് ഇക്വേഷൻ അറിയാം. ടാൻ a plus b ഈക്വൽ ടു ടാൻ a plus tan b divided by 1 minus tan a tan b ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ എയും ടാൻ ബി നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ എന്താണ്, 1/√(x into x² plus x plus 1 1/√(x into x² plus x plus 1 plus tan b ആരാ, √(x divided by √(x² plus x plus 1 divided by 1 minus tan a 1/√(x into x² plus x plus 1 into tan b √(x divided by √(x² plus x plus 1 സോൾവ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ഇതാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്താ വരും, മുകളിലാരാ, √(x² plus x plus 1 plus എടാ √(x into √(x) x ആയി മാറൂലേ. ബാക്കി ആരാ വരിക, √(x² plus x plus 1 അല്ലേ വരിക, ഡിനോമിനേറ്ററിലോ. ആ ഡിനോമിനേറ്ററിൽ ഒരു സ്റ്റെപ്പ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒഴിവാക്കാണ്. ഏത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, എടാ ഇവിടെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ ടേം വരൂലേ, അതേപോലെ ഇവിടെയും അതേ ടേം അല്ലേ വരിക. ആ പരസ്പരം ക്യാൻസൽ ആവില്ലേ, ഒന്നുമില്ലടാ, ഈ ഫോമേ വരിക 7/3/8/3. ഈ 3 കട്ട് ചെയ്യാലോ. അതേപോലെ ഇവിടെ താഴെ വരുന്ന ടേമും ഇവിടെ താഴെ വരുന്ന ടേമും സെയിം ആണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ ആ സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, എക്സാമിന് നിങ്ങൾ എഴുതി പറഞ്ഞാൽ സമയം കളയരുത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ ഈ ആളെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പം എന്താ പറയും, √(x into x² plus x plus 1 ആ സ്റ്റെപ്പും ഞാൻ ഒന്ന് കുറക്കാം. എന്നാലോചിച്ചു ഇതാ, എടാ √(x into √(x² plus x plus 1 into √(x² plus x² plus എന്താ, സോറി √(x² plus x plus 1 into √(x² plus x plus 1 എന്താ, റൂട്ട് ക്യാൻസൽ ആവൂലേ. ബാക്കി ആരാ വരിക, വെറും √(x) പുറത്തുണ്ട്, ബാക്കി ആരാ, x² plus x plus 1 അല്ലേ, മൈനസ് √(x) ഇവിടെ ഉണ്ട്. ചെയ്ത സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ 1-2 സ്റ്റെപ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ അത് കട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. അതായത് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് എന്താ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ ഒരാൾ വരും, അതന്നെ താഴെ ഇവിടെ വരും, രണ്ടും കട്ട് ചെയ്തു അല്ലേ. അതാണ് നമ്മൾ ചെയ്ത കാര്യം. സോൾവ് ചെയ്ത് എങ്ങനെ കിട്ടും. ഇനി മുകളിൽ ആരെ കോമൺ ആക്കി എടുക്കാം, √(x² plus x plus 1 കോമൺ ആക്കി എടുക്കാലോ. ബാക്കി ആരെ വരിക, √(x² plus x plus 1 കോമൺ ആക്കി എടുത്താൽ ബാക്കി ആരാ, 1 plus x അല്ലേ വരിക അല്ലേ. താഴെ ആരെ കോമൺ ആക്കി എടുക്കാം, √(x) കോമൺ ആക്കി എടുക്കാലോ. √(x) കോമൺ ആക്കി എടുത്താൽ ആരെ വരിക, x² plus x plus 1 minus 1 അല്ലേ, ഇത് രണ്ടും പോലെ അല്ലേ. ഇനി ബാക്കി ആടാ, √(x² plus x plus 1 into 1 plus x. എടാ താഴെ ആരാ, √(x into എടാ ഇവിടെ ഒരു എക്സിനെ എനിക്ക് പുറത്തേക്ക് എടുക്കാലോ. ഒരു എക്സിനെ ഞാൻ പുറത്തേക്ക് എടുത്തു.
ബാക്കി ആരെ വരിക x+1 അല്ലേ വരിക. ഇത് രണ്ടും കട്ട് ചെയ്യാലോ. ബാക്കി എന്താ വരിക നോക്കുക, റൂട്ട് ഓഫ് x² + എടാ ഈ താഴെയുള്ള ആള് x × √x അല്ലേ. x × √x എന്ന് പറഞ്ഞാൽ x⁻³ അല്ലേ. x⁻³ എന്ന് പറഞ്ഞാൽ √x³ അല്ലടാ. ഇങ്ങനെ എഴുതി കൂടെ, ശ്രദ്ധിച്ചോ. √x × x എന്ന് പറഞ്ഞാൽ x⁻³ ആണ്. x⁻³ എന്ന് പറഞ്ഞാൽ x³ 1/2 ആണ്. അത് √x³ അല്ലേ. അപ്പോൾ റൂട്ടിനുള്ളിൽ വരും അല്ലേ. ഇനി ഇതാരാ നോക്കുക, √ ആദ്യം 1/x³ എഴുതി, അതാരാ x⁻³ പിന്നെ x/x³ എഴുതി, അതാരാ x⁻², പ്ലസ് x²/x³ എഴുതി, അതാരാ x⁻1. എടാ ഇതന്നെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടാൻസി. അപ്പൊ ഇതാരാ ആക്ച്വലി ടാൻസി അല്ലേ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ടാൻ a+b ആരാ ടാൻസി അല്ലേ. അപ്പൊ a+b ആരാണ് സി ആണ് അല്ലേ. സോ a+b സി ആണ് നമ്മുടെ ആൻസർ. a+b = c ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആലോചിച്ച്. ഇപ്പോൾ അത് ശരിക്കുള്ള മെത്തേഡാണ്. അപ്പോൾ അതിവിടെ കുറച്ചധികം സോൾവ് ചെയ്യാനുണ്ടാവും. ശരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ, ഞാൻ എക്സിന് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സിന് 1 കൊടുത്താൽ ടാനെ എന്തായി മാറും? ടാനെ എടാ 1/√3 അല്ലേ വരിക. 1/√3 അല്ലേ വരിക അല്ലേ. അതായത് എക്സിന് 1 കൊടുത്തു, അപ്പൊ എന്താ എക്സിന് 1 കൊടുത്തു, ടാനെ 1/√3 ആണ്. അപ്പൊ എന്താ ടാനെ 1/√3 ആണെങ്കിൽ 30 ഡിഗ്രി ആവണ്ടേ. അഗൈൻ എക്സിന് 1 അല്ല കൊടുത്തു, അപ്പൊ ബി എന്താ ടാൻ ബി എന്താ ടാൻ ബിയും √1 ഇത് √3 അല്ലേ വരിക. സോ 1/√3 അല്ലേ വരിക. ബിയും എന്താണ് 30 ഡിഗ്രി ആവണ്ടേ. കാണേണ്ടത് ആരെയാ a+b അല്ലേ. a+b ആരാ 60 ഡിഗ്രി അല്ലേ. a+b 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ 60 ഡിഗ്രി ഏതാണോ അതാണ് ആൻസർ. ഇവിടെ സി ആണ് ഓപ്ഷൻ. സി ഉണ്ട്, π - c ഉണ്ട്, 2π - c ഉണ്ട്, π/2 - c ഉണ്ട്. സി ആരടാ എക്സിന് 1 കൊടുത്താൽ 1 + 1 + 1 അല്ലേ √3 അല്ലേ. ടാൻസി √3 അല്ലേ. അപ്പൊ സി എന്താ 60 ഡിഗ്രി അല്ലേ. അപ്പൊ ഈ സി എന്ന ഓപ്ഷൻ 60 ഡിഗ്രി അല്ലേ. ഇതോ 180 - 60 എന്താ 120 അല്ലേ. ഇതോ 360 - 60 300 അല്ലേ. അപ്പൊ ഇത് 90 - 60 എന്താ 30 ഡിഗ്രി അല്ലേ. അത് 60 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ അല്ലേ, ഓപ്ഷൻ എ അല്ലേ. 1 അല്ല ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ഇത് എക്സിന് 1 കൊടുത്തപ്പോൾ എ കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. a+b 60 ആണ്, അത് സി അല്ലേ. അപ്പൊ എന്താ a+b എന്താ സി ആണ്. അതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയിട്ടും ഇങ്ങനെ എക്സാം ഹാളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും.